ഹേ ഗായ്സ്, അപ്പൊ എന്താണ് ഈ പോകാന്ന് പറഞ്ഞാലേ അവൻ നമ്മ പഴയ കാലത്തോട്ട് തിരിഞ്ഞു നോക്കാണ്. എന്താണ് കാരണം എന്നറിയാലോ? എന്താണ് കാരണം? സോറി, ഗ്യാസ് ഇല്ല. ഗ്യാസ് ഉണ്ട്, പക്ഷെ നമ്മ കഞ്ഞിയൊക്കെ വെച്ച ഗ്യാസ് ഇടിയും. അതുകൊണ്ട് നമ്മ പഴയ കാലത്തോട്ട് പോയി നമ്മ വിറകൊക്കെ കൊണ്ടുവന്നു ഷൂട്ടത്. ഇതോടെ പോയി പറിക്കാതെ ഇതാ പാടത്തുന്നോണ്ടതാണ്. ഇനിയുണ്ട് 2 ചൂട്ട് കൊണ്ടുവരാൻ അല്ലേ? കൊണ്ടുവരാനുണ്ട്. വൈകിട്ട് എടുക്കാം. അതെല്ലാന്ന് നമുക്ക് പുക അടിച്ചിട്ടേ ശ്വാസം മുട്ടൊക്കെ വന്നുണ്ട്. സമ്മതിക്കണം, പുക അടുപ്പില് ചെയ്യണം എല്ലാരും. ഞാൻ കരയല്ല അതെ, താരി തിളച്ചേന്റെ ആനന്ദാശ്രമാണ് നിങ്ങ കാണലാണ്. ഞാൻ കരയണതല്ല, പുക അടിച്ചിട്ട് കരയണതാന്ന് ഒരിക്കലും വിചാരിക്കരുത്. അരി തിളച്ചേന്റെ ആനന്ദാശ്രം. ഏജൻസിയിൽ ഗ്യാസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അറിയാലോ ഇപ്പൊ 25 days ഓഫ് ഡിലേ ഉണ്ട്. ഓൾറെഡി ബുക്ക് ചെയ്ത കാശ് കൊടുത്താണ്. അല്ലാണ്ട് നമ്മ ഓൾറെഡി കാശ് കൊടുത്ത് പേ ചെയ്തതാണ്. അത് ആണെങ്കിൽ റിട്ടേൺ അങ്ങനെ സംഭവം. ഞാനാണെങ്കിൽ വീട്ടിലത്തെ ഗ്യാസ് വിളിച്ച് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ടാണെങ്കിൽ കോള് പോണില്ല, കോള് ഡ്രോപ്പ് ആവേണ്. കോള് ഒരു റിങ് പോലെ അടിക്കണം. എന്നിട്ട് അവരെനിക്ക് മെസ്സേജ് ഇങ്ങോട്ട് വന്ന് ഡു നോട്ട് കോള്, അവോയ്ഡ് കോൾ എന്നും പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. എന്റെ ഫോണിൽ കിടപ്പുണ്ട്. ഇത് മതി തോന്നാണ്. ഇനി എന്താണ് പറയാനുള്ളത്? അത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ച് തരാനുള്ള ഗ്യാസൊക്കെ തരിക. എവിടെയോ യുദ്ധം നടക്കണേന് ഇവിടെയാണ് പോകെ കണ്ണീരൊഴുക്കണത്. ഞാൻ അടുത്ത ചൂട്ടെടുക്കാൻ പോകുമ്പോഴല്ല, ഞാനുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ കടയിലെത്തി. ഇതാണ് കട. ശുചി മേടിക്കാണ്. ഞാൻ ചെല്ലട്ടെ മേടിച്ചിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത കടയിലോട്ട് അടുത്ത ഇവിടെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായില്ല. അപ്പൊ ഇപ്പൊ നമ്മ അടുത്ത കടയിൽ വന്നേക്കണേട്ടാ. ഇത് നമ്മുടെ ഗ്രാൻഡ് പാ സ്റ്റോർ. പക്ഷെ ഈ കടയുടെ പേര് ആ പൂപ്പനാറിനോട് ഞാനിട്ട പേരാണേ. വാ, നമ്മുടെ സ്വന്തം പൂപ്പനാർ. ഇതാണ് നമ്മുടെ പൂപ്പനാറിനോട് വെച്ച്. നമുക്ക് കൊറേ നാളായി അപ്പൂപ്പന്റെ കടയിൽ വന്നിട്ട്. അപ്പൂപ്പന്റെ കടയിൽ വന്നപ്പോ വർത്താനൊക്കെ പറഞ്ഞ് എന്താ നിങ്ങളെ കാണാനില്ലാലോ എന്നൊക്കെ ചോദിച്ചു. നമ്മിവിടെ ഇല്ലാലോ. നമ്മിവിടെ ആയിരുന്നപ്പോ എപ്പോഴും സ്ഥിതി ഇവിടെ തന്നെ വന്നോണ്ടിരുന്നത്. പിള്ളേരെയും കൊണ്ടുവരും. പിള്ളേരും ഭയങ്കര ജോലിയാണ് കടയിൽ. അതുണ്ട്. ഞങ്ങൾ അപ്പൊ ഇങ്ങനെ പോണ വഴി ഉത്സവം, പിന്നെ അതിലാണ് 2 ഉത്സവം നമ്മുടെ ആനക്കുത്സവം 3-4 കഴിയാറായി. മനുഷ്യന്മാർ ഇപ്പൊ നല്ല തിരക്കായിട്ട് റോഡിലൊക്കെ നല്ല ബ്ലോക്ക്. ബസ്സൊന്നും വന്നില്ല. കാരണം അമ്പലത്തിൽ മാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അതിനുള്ളിൽ ആൾക്കാരൊന്നും ഉണ്ടാകും. എല്ലാരും റോഡിലൊക്കെ നോക്കി ബസ്സൊക്കെ അവിടെ ബ്ലോക്ക് ആയി കിടക്കാൻ അപ്പുറത്തെ വണ്ടികളൊക്കെ. മുണ്ടേക്കാവ് അമ്പലോട് എന്ന് പറയുമ്പോ 60-70 രൂപ